നമസ്കാരം. സമയ മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒരു കാര്യത്തിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, സ്വർണ്ണവിലയാണ്. എന്നാൽ 2026 സ്വർണ്ണവില നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഉയരുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഒരാൾ പ്രവചിച്ചിരുന്നു. ബാൽക്കണിലെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന പ്രവാചകി ബാബ വാങ്ക. ആക്രമണവും സുനാമിയും വരെ കൃത്യമായി പ്രവചിച്ച ബാബ വാങ്ക 2026 കുറിച്ചും പ്രവചിച്ചിരുന്നു. അതിൽ തന്നെ ഏറെ ചർച്ചയാകുന്നത് സ്വർണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. എന്താണ് ബാബ വാങ്ക പറഞ്ഞത്? സ്വർണ്ണവില പവന് ലക്ഷങ്ങൾ കടക്കുമോ? നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബാബ വാങ്കയുടെ ഒരു പഴയ പ്രവചനം വൈറലായിരിക്കുകയാണ്. മരണശേഷം ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ് മുത്തശ്ശി വാങ്ക എന്നറിയപ്പെടുന്ന ബാബ വാങ്ക. അവർ സ്വർണ്ണവിലയെക്കുറിച്ച് നടത്തിയ പ്രവചനം അച്ചട്ടായി മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് ഏറെക്കുറെ പ്രയാസമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണപ്രേമികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ വർധനവ് വന്നിരിക്കുന്നത്. 2026 ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദം നേരിടുമെന്നും അതിന്റെ ഫലമായി സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. 2026 ആകുമ്പോഴേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകും. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് ഗണ്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാമെന്നും പറയുന്നു. ബാങ്കിംഗ് മേഖലയിലെ പ്രക്ഷുബ്ധത, കറൻസിയുടെ മൂല്യത്തകർച്ച, വിപണിയിലെ ലിക്വിഡിറ്റി കുറയൽ എന്നിവയാണ് ബാങ്കിംഗ് പ്രതിസന്ധിയുടെ കാരണങ്ങളായി പറയുന്നത്. ഇത് സാമ്പത്തിക അനിശ്ചിതത്വം വളർത്തുകയും ആളുകൾ സ്വർണം, വെള്ളി തുടങ്ങിയ സുരക്ഷിതമായ ആസ്തികളിലേക്ക് തിരിയാൻ കാരണമാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. ഈ പ്രവചനങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് നിലവിൽ സ്വർണം, വെള്ളി വില കുതിക്കുന്നത്. 2026 ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്നും ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരുമെന്നും അവർ പ്രവചിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഒരു ഭീതിയാണ് ഇപ്പോൾ സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1.69 ലക്ഷം രൂപയ്ക്കടുത്താണ് വില. ദീർഘകാല നിക്ഷേപകർക്ക് സ്വർണ്ണ വിപണിയിലെ ഈ വർധനവ് ശക്തമായ വരുമാനം നൽകും. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അവർ സ്വർണം വാങ്ങാൻ ഒന്നും കൂടെ ആലോചിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. നമുക്കറിയാം, ഓരോ ദിവസം കഴിയുന്തോറും സ്വർണ്ണവില കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങൾ സത്യമായാൽ സ്വർണ്ണവിലയിൽ 25% മുതൽ 40% വരെ വർധനവുണ്ടായേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് വില ഇത്രയധികം ഉയരുന്നത്? ആഗോളതലത്തിലെ യുദ്ധ സാഹചര്യങ്ങൾ, പണപ്പെരുപ്പം, കേന്ദ്ര ബാങ്കുകളുടെ നയങ്ങൾ എന്നിവ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പണത്തേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം സ്വർണമാണെന്ന വിശ്വാസം നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ബാബ വാങ്ക ഈ പ്രവചനം നടത്തിയതിന് കൃത്യമായ രേഖകളില്ല. വിപണിയിലെ ഊഹാപോഹങ്ങളും ഭീതിയും പലപ്പോഴും വില ഉയരാൻ കാരണമാകാറുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കേവലം പ്രവചനങ്ങൾ മാത്രം വിശ്വസിച്ച് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് അപകടകരമാണ്. വിപണിയിലെ മാറ്റങ്ങളും സാമ്പത്തിക സ്ഥിതിയും നോക്കി മാത്രം സ്വർണത്തിൽ നിക്ഷേപിക്കുക. പ്രവചനങ്ങളോ കിംവദന്തികളോ കൊണ്ട് മാത്രം നിങ്ങൾ സ്വർണം വാങ്ങരുത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പരിഭ്രാന്തിയോടെ വാങ്ങുന്നത് അപകടകരമാണെന്നും അവർ പറയുന്നു. അനിശ്ചിതത്വമായ സമയങ്ങളിൽ നിങ്ങളുടെ പണം സംരക്ഷിക്കുന്നതിന് സ്വർണം ഉപയോഗപ്രദമാണ്. എന്നാൽ വില ഉയർന്നതിന് ശേഷം അതിന്റെ വില കുറയാനും സാധ്യതകളുണ്ട്. 2026 ബാബ വാങ്ക പറഞ്ഞതുപോലെ ഒരു വലിയ തകർച്ചയുണ്ടാകുമോ? സ്വർണം പുതിയ ഉയരങ്ങൾ കീഴടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സ്വർണ്ണ വില വർധനവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.